ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാൽ, അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് പറയാൻ പോകുന്നത്. ഒരു 2, 3, 4 സീൻ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നാളെ വരാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ശരത്ത് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ശരത്തിനെ വെളിയിൽ ഇറക്കിയിരിക്കുകയാണ് വക്കീലിന്റെ സഹായത്തോടു കൂടി. 5 ലക്ഷം കൊടുത്താൽ എന്താ, ജയിലിൽ പോകാതെ വെളിയിൽ ഇറങ്ങി നമ്മുടെ ശരത്ത്. അങ്ങനെ ശരത്ത് വെളിയിൽ ഇറങ്ങി വരുന്നത് നേരെ നമ്മുടെ ശരത്തിന്റെ വീട്ടിലേക്കാണ്. അവിടെ ലക്ഷ്മിയുണ്ട്, നമ്മുടെ ദേവു ഉണ്ട്. അപ്പൊ ദേവു അങ്ങാണ്ട് ആ ഒരു സമയത്ത് പറഞ്ഞു ലക്ഷ്മിയോട്, ശരത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞു, ചന്ദ്ര കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻഫർമേഷൻ ചെയ്യാനായിട്ട് പോയേക്കാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ ശരത്ത് വരുന്നത്. ശരത്തിനെ കണ്ടതും ലക്ഷ്മി അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ശരത്തിന് ഉമ്മ കൊണ്ട് പൊതിയാണ് കേട്ടോ. എന്റെ മോനെ, എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആ ഒരു കാഴ്ച ജീവിച്ചിരിക്കുമ്പോ ഈ അമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അമ്മയ്ക്ക്? ഏതായാലും മോന് വന്നല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ ക്ഷമിക്കണം അമ്മ, ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു തെറ്റ് ആവർത്തിക്കില്ല അമ്മ, ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല അമ്മ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, പോട്ടെ, ഇപ്പൊ അതൊന്നും അല്ല അമ്മയുടെ മുമ്പിൽ, നീ വെളിയിൽ ഇറങ്ങിയല്ലോ, ഇനിയെങ്കിലും നീ എല്ലാം നന്നായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞു വളരണം. ഇനിയെങ്കിലും നിന്റെ വേറെ ഒന്നും നീ ചെയ്യണ്ട, നീ ജോലിക്ക് ഒന്നിനും പോകണ്ട മോനെ, നീ പഠിച്ചാൽ മാത്രം മതി. നീ പഠിക്കുക, പഠിച്ച് നിനക്ക് നല്ലൊരു ജോലി കിട്ടുക, അത് മാത്രം മതി. നീ നല്ല നിലയിൽ എത്തിക്കാണണമെന്ന് കാണാനല്ലേ അച്ഛൻ ആഗ്രഹിച്ചത്. അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ നല്ല നിലയിൽ തന്നെ എത്തണ്ടേ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം, ഇനി വേറെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോടാണ് നന്ദി പറയേണ്ടത്, വേറെ ആരോടുമല്ല. നീ നന്ദി പറയേണ്ടത് നിന്റെ മുമ്പിൽ ഇപ്പം ദൈവമായിട്ട് അവതരിച്ച് നിൽക്കുന്ന വേറെ ആരുമല്ല, സച്ചിയാണ്. അപ്പൊ നീ സച്ചിയേട്ടനെ നീ അതുപോലെ നീ കാണണം, സച്ചിയേട്ടൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നേരെ സച്ചിയുടെ മുമ്പിലേക്ക് ചെല്ലാണ് കേട്ടോ നമ്മുടെ ശരത്ത്. എന്നിട്ട്, സച്ചേട്ടാ, ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല സച്ചേട്ടാ. എന്റെ അച്ഛനേക്കാൾ വലിയൊരാളായിട്ടാണ് ഞാനിപ്പോ സച്ചേട്ടനെ കാണുന്നത്. കാരണം സച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ ഈ ഒരു സമയത്ത് കുറ്റപ്പെടുത്തി തള്ളി പറയേണ്ട ഒരു സമയത്ത് സച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ആരും ചേർത്ത് പിടിക്കത്തില്ലായിരുന്നു. സച്ചേട്ടൻ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇവരാരും വേണ്ടാന്ന് തന്നെ വെച്ചേനെ. ഏതായാലും ഈ ഒരു സമയത്ത് സച്ചേട്ടൻ എന്റെ കുടുംബത്തിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നല്ലോ. ഞാൻ എന്താ സച്ചേട്ടാ ചെയ്യേണ്ടത്, ഞാൻ എന്താ ഇതിന് പകരം ഞാൻ ചെയ്ത് തരേണ്ടത് സച്ചേട്ടന് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നോളാം. നീ ഇപ്പൊ ഒരേ ഒരു ഫോക്കസ് മതി നിനക്ക്, ഒരേ ഒരു ഫോക്കസ് മതി, നീ പഠിക്കുക, നീ പഠിച്ച് നല്ലൊരു ജോലി കിട്ടുക, നീ അതാണ് ഞങ്ങൾക്കൊക്കെ ചെയ്ത് കാണിക്കേണ്ടത്. നിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് കാണുമ്പോൾ നിന്റെ ചേച്ചിക്കും നിന്റെ അനിയത്തിക്കും നല്ല നിന്റെ 2 ചേച്ചിമാർക്കും അമ്മയ്ക്കും എന്തോരം സന്തോഷം ഉണ്ടാവും അറിയാമോ? കാരണം നിന്നെ പ്രതീക്ഷിച്ചിട്ടാണ് അവര് ജീവിച്ചിരിക്കുന്നത് തന്നെ. നിന്റെ ചേച്ചിയുടെ കാര്യം നിനക്കറിയാലോ. നിനക്ക് ജോലി കിട്ടാനും നിന്നെ പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവൾ ഇപ്പോഴും നിന്റെ ചേച്ചി, അതുപോലെ അമ്മ, എല്ലാവർക്കും വേണ്ടി അവൾ ഈ കിടന്ന് നെട്ടോട്ട് ഓടുന്നത്. അതൊക്കെ കാണാതെ പോകാൻ പറ്റുമോ എനിക്ക്? എല്ലാവരോടും അവൾക്കൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പൊ പിന്നെ അവളുടെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കാതിരിക്കുവോ? അവള് വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവളുടെ കുടുംബത്തെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നീ എന്റെ സ്വന്തം അനിയനെ പോലെ, ശ്രീകാന്തും അതുപോലെ സുധിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ അവർക്കുള്ളൂ. അതുപോലെ തന്നെയാ മോനെ, നീ എന്റെ സ്വന്തം അനിയനാ. എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ, നീ എന്റെ സ്വന്തം അനിയൻ തന്നെയാണ്. നീ എന്റെ അളിയനല്ല, നീ എന്റെ അനിയനാണ്. അപ്പം അതുകൊണ്ട് നീ വേറെ ഒന്നും ഫോക്കസ് ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ പറയാം, അപ്പൊ മാത്രം നീ അത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവു അവിടെ വന്നു കേട്ടോ. അപ്പൊ ദേവു പുറത്തേക്ക് പോയേക്കുമല്ലായിരുന്നോ. ദേവു എന്ന് പറഞ്ഞു, നീ വന്നോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വന്നു മോളെ. അവൻ വന്ന്, നീ അവരോടൊക്കെ പറഞ്ഞോ? എല്ലാവരോടും ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഇപ്പോഴാണ് സമാധാനം ആയത്. എടാ, ഇനിയെങ്കിലും നീ ഒന്ന് നന്നായിട്ട് നടക്കണം, നീ ഇനിയെങ്കിലും ഈ ചീത്ത കൂട്ടുകെട്ടിൽ പോയി വീഴാതിരിക്കണം. എത്രമാത്രം സങ്കടപ്പെട്ടെന്നറിയാമോ അമ്മയും ചേച്ചിയൊക്കെ. സച്ചേട്ടൻ എത്രമാത്രം ഓടി നടന്നിട്ടാണെന്നറിയാമോ നീ ഇവിടെ ഒന്ന് രക്ഷിച്ചോണ്ട് വന്നത്. ഇനിയെങ്കിലും നീ കണ്ണു തുറന്ന് ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഇല്ലടി, ഞാൻ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കത്തുള്ളൂ, അല്ലെങ്കിലും അത് ഞാൻ ചെയ്തത് വേറെ ഒന്നിനുമല്ല. എന്നെ അത്രയും കുറ്റപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്യാതെ അതൊക്കെ എന്നെ ഇങ്ങനെ ഒരു തെറ്റുകാരനായിട്ട് എന്നെ ഇങ്ങനെ ആ തെറ്റെല്ലാം ആരോപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സമയത്ത് ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തതാ. അപ്പൊ ആന്റണി ഏട്ടന് കൂട്ടുണ്ടായിരുന്നല്ലോ. ആന്റണി ഏട്ടൻ, നീ വിളിച്ചു പോകരുത് ഇനി ഏട്ടന്ന്. ആന്റണി, അവനെയൊക്കെ ഏട്ടൻ എന്നൊക്കെ വിളിച്ചിട്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ശരത്തെ, ഇനി ആന്റണീനെ കാണുക പോലും നീ ചെയ്തേക്കരുത്. നിർത്തിക്കോ, മര്യാദയ്ക്ക് പഠിത്തം, അത് മാത്രമായിരിക്കണം നിന്റെ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവും 2 വഴക്കൊക്കെ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ രേവതി പറയുന്നത്, അത് പിന്നെ
ഇതിനെല്ലാം നമ്മൾ താങ്ക്സ് പറയേണ്ടത് സച്ചേട്ടനോട് ആയിരിക്കാം. പക്ഷെ നമ്മുടെ സച്ചേട്ടന്റെ അമ്മ ഇത് കേസ് പിൻവലിച്ചത് കൊണ്ടല്ലേ സത്യം പറഞ്ഞ ഇപ്പം ശരത്ത് വെളിയിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്ദി പറയേണ്ടത് സച്ചേട്ടന്റെ അമ്മയോടും കൂടിയല്ലേ. അപ്പൊ ആ ശരത്തെ നീയും ചെന്നൊരു സോറിയൊക്കെ പറഞ്ഞൊരു നന്ദിയൊക്കെ പറയണം. നമുക്ക് പോകാം സച്ചേട്ടാ, ബാ സച്ചേട്ടാ, നമുക്ക് അമ്മയുടെ അടുത്ത് പോകാം. അമ്മ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് അമ്മയ്ക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി നേരെ നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആന്റണീനെയും അതുപോലെ തന്നെ നവീൻ ദാസിനെയാണ്. അപ്പൊ ആന്റണിയും നവീൻ ദാസും കൂടി ആ ഒരു 2 ലക്ഷം രൂപ ശ്രുതിയിൽ നിന്ന് തട്ടാനുള്ള തത്രപ്പാടിലാണ്. പക്ഷെ നമ്മുടെ ആന്റണിയോട് നവീൻ ദാസ് പറയാണ്, ഞാൻ ഇവിടുന്ന് പോകാൻ പോകും ആന്റണി, ഞാൻ ഒന്ന് പുറത്ത് പോയി സിനിമയൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ട് വരാം, ഞാൻ മടുത്ത് ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആഹാ നീ അങ്ങനെ ഞങ്ങളെ വെട്ടിച്ചു പോകാനൊന്നും നോക്കൊന്നും വേണ്ട, അവള് പൈസ തരട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് വിടത്തോളം എന്ന് പറയുമ്പം അവള് പൈസ തന്നിട്ട് നിങ്ങൾ എന്നെ ഇവിടുന്ന് വിട്ടത് തന്നെ, അവള് പൈസ തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് തന്നെ. ദേ അവള് വെറും ഒരു ഫ്രോഡാ, നിങ്ങൾക്ക് അറിയത്തില്ല, അവള് പൈസയൊന്നും തരാൻ പോകുന്നില്ലെന്നേ. പിന്നെ ഈ ആന്റണിയുടെ അടുത്ത് അവളുടെ ഫ്രോഡ് തരം നടക്കും. നട്ടത്തില്ല ഞാന്, ഈ ആന്റണി ആരാണെന്ന് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അവളുടെ കുറെ കള്ളക്കളികളുണ്ടല്ലോ നിനക്കറിയാവുന്നത്, അതെല്ലാം ഇപ്പൊ എനിക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചൊന്ന് കളിക്കാന്ന് തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. അവളെ അങ്ങനെ വെറുതെ വിടത്തില്ല ഞാൻ. അവളെ 2 ലക്ഷം രൂപ തരുമല്ലോ നമുക്ക് നോക്കാം. നീ ഇപ്പം മര്യാദയ്ക്ക് പോ, നീ ഇപ്പം തന്ത്രപൂർവ്വം ഇവിടുന്ന് വെളിയിലൊന്നും ചാടാൻ നോക്കണ്ട. അവള് പൈസയും കൊണ്ട് വന്നിട്ടേ നിന്നെയും ഇവിടുന്ന് വിടത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ആന്റണി നവീൻ ദാസിനെയും പിടിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ആ ഒരു സീൻ കഴിഞ്ഞേ. ഇപ്പൊ ഞാൻ 2 സീൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ 3-മത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ മീരയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നതാണ്. ശ്രുതിക്ക് ഭയങ്കര സംശയം, എന്താ ഇത്ര പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ആരെ ശരത്തിനെ കേസ് പിൻവലിക്കാൻ കാരണവും ശരത്തിനെ പുറത്തിറക്കാൻ സഹായിച്ചതും അതെന്തായിരിക്കും മീരെന്ന് ചോദിച്ചപ്പോ എനിക്കറിയത്തില്ല, അത് ചിലപ്പം ശരത്തിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം. അല്ല അതിനിപ്പോ എന്താടി, ഇനിയിപ്പോ ഉള്ള കാലം മുഴുവൻ ശരത്ത് ജയിലിൽ കിടന്ന് ഓർത്തോണ്ട് നിന്റെ അമ്മായിയമ്മയ്ക്ക് എന്താ സംഭവിക്കാം, നിനക്ക് എന്താ പ്രശ്നം, നീ എന്തിനാ അതോർത്ത് ഭാരപ്പെടുന്നത്? ദേ ശരത്തെന്നല്ല ആ സച്ചിൻ രേവതി ഉണ്ടല്ലോ, എന്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി നടന്നിട്ടുണ്ട്. അറിയാലോ, അന്ന് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പം അവളുടെ പുറകെ വന്നതൊക്കെ. അതുകൊണ്ടേ അവളും അവനും ആ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഭയങ്കര ഭീഷണിയാടി. അതുകൊണ്ട് എനിക്ക് അവരെ അവിടെ താമസിപ്പിക്കാൻ താല്പര്യമില്ല. അതിനുള്ള ഏക മാർഗമായിരുന്നു ഇത്. ഇതിപ്പോ എല്ലാം കൂടെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയായല്ലോ. ആന്റണി, നവീൻ ദാസ്, ഇപ്പൊ ദേ എന്റെ അമ്മായിയമ്മ, എല്ലാവരും കൂടി ഇപ്പൊ തിരിഞ്ഞ് എനിക്കിട്ട് കൊത്തുന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒരു പോൺ വഴി കണ്ടുപിടിക്കണം. അതെ, നീ ഈ 100 കൂട്ടം കള്ളത്തരങ്ങള് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണമായിരുന്നു. നമ്മൾ ഒരു കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി എത്ര നുണ പറയേണ്ടി വരും അറിയാമോ നിനക്ക്? ഇപ്പൊ അതല്ലേ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ട് നിനക്ക് ശ്രുതിയോട് ഒരു കുഞ്ഞുണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ എന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങ് പറഞ്ഞുകൊണ്ട് ചെന്നാ മതി, എന്നെ ഇരുകൈ നീട്ടി സ്വീകരിക്കുവല്ലേ. എന്റെ പൊന്നു മീര, നീ ഒന്ന് പൊക്കെ. ഏതായാലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാനാ? ഇനിയിപ്പൊ അവരുടെ റൊമാൻസ് അങ്ങ് കൂടും. ആരുടെ റൊമാൻസ്? സച്ചിയുടെ രേവതിയുടെ. ഓ, ആ റൊമാൻസ് ഒന്ന് കാണേണ്ടതല്ലേടി ശ്രുതി, എന്ത് സ്നേഹം അവര് തമ്മില്. ഇങ്ങനെ വേണം കപ്പിൾസ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നീ ആരുടെ കൂടെയാ നിൽക്കുന്നത്? നീ എന്റെ കൂടെയാണോ അതോ അവരുടെ കൂടെയാണോ നിൽക്കുന്നത്? നീ കൂടുതൽ പുകഴ്ത്തുന്നുണ്ടല്ലോ അവരായിട്ട്. എടി എങ്ങനെയാടി പുകഴ്ത്താതിരിക്കുന്നത്? അവരുടെ സ്നേഹം കണ്ടാലേ ആർക്കാണെങ്കിലും അസൂയ തോന്നിപ്പോകൂടി. അതുപോലെയല്ലേ, നോക്കിക്കോ. ഏതായാലും സച്ചിയും കൂടെ ഇതിന് മുൻകൈ എടുത്തിട്ടല്ലേ ഇപ്പം രോഹിത്തിനെ രക്ഷിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പാ ഇന്ന് നല്ല റൊമാൻസ് ആയിരിക്കൂടി അവര് തമ്മില് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നീ ഒന്ന് നിർത്തുന്നുണ്ടോ, കോപ്പ് കാലി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ. ഏതായാലും മീരയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ രേവതിനെ സച്ചിനെ. ആർക്കാ രേവതിനെ സച്ചിനെ ഇഷ്ടപ്പെടാത്ത? അടുത്തറിയുന്ന ആർക്കാണെങ്കിലും രേവതിനെ സച്ചിനെ ഇഷ്ടപ്പെടും. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്ര വീട്ടിൽ പോകാൻ വേണ്ടി ഒരു ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വരിക ഭാമയോടൊക്കെ പറഞ്ഞിട്ട്. എങ്ങോട്ട്? ചന്ദ്രോദയത്തേക്ക് നീ പോയേക്കാം, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന്. അപ്പോഴാണ് നമ്മുടെ ആരാ ശരത്തും രേവതിയും സച്ചിയും ലക്ഷ്മിയും കൂടെ വരുന്നത് കേട്ടോ. ദേവുണ്ട് കൂടെ വരുന്നത്, മാപ്പ് ചോദിച്ച് അതായത് നന്ദിയൊക്കെ രേഖപ്പെടുത്തി നമ്മുടെ ചന്ദ്രനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇവര് വന്നത് കണ്ടതും നമ്മുടെ ചന്ദ്ര ഈ ഒരു സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു. സ്റ്റെയറിന്റെ അവിടെ പെട്ടെന്ന് ബാഗ് ഒന്ന് താത്തി വെച്ചു കേട്ടോ. കാരണം ഇറങ്ങി വീട്ടിലേക്ക് വരുവാണ് എന്ന് അറിയിക്കണ്ട, ഇവര് വന്ന കാര്യം അറിയണമല്ലോ. അപ്പൊ പെട്ടെന്ന് ഒളിപ്പിച്ച് ബാഗ് അങ്ങ് വെച്ചിട്ട് ചന്ദ്ര പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഭാമ ഇവരെ കണ്ടതും ആ കയറി ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് ഇങ്ങനെ വിളിച്ചു. അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്ന ഉടനെ തന്നെ ചന്ദ്ര ഇറങ്ങിട്ടോ. എന്താ ഇവിടെ കാര്യം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി ഇതെല്ലാം കൂടെ? ഇവിടെ എന്തേലും ഉണ്ടോ? ഇവിടെ വല്ല സദ്യ ഉണ്ടോ? നിങ്ങളെ വല്ലതും വിളിച്ചായിരുന്നോ? ഇവിടെ വല്ല സദ്യയും കഴിക്കാൻ വരാൻ പറഞ്ഞ്? ഒരു നേരത്തെ സദ്യ കിട്ടിയ അത്ര ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ
രേവതി പറഞ്ഞു അത് പിന്നെ അമ്മ വേറെ ഒന്നും കൊണ്ടും അല്ല ഞങ്ങൾ വന്നത്. അമ്മേ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരിക്കലും അമ്മ കേസ് പിൻവലിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കേസ് പിൻവലിച്ചല്ലോ അമ്മേ, ഒരുപാട് നന്ദിയുണ്ട്. ആ നിന്റെ നന്ദിയും കുന്നിയൊന്നും എനിക്ക് വേണ്ട. നീ എന്നെ നന്ദി രേഖപ്പെടുത്താൻ വന്നതോ? ദേ ഇവരെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ സച്ചി? എല്ലാത്തിനെയും കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. അല്ല അമ്മ കേസ് പിൻവലിച്ചല്ലോ. അപ്പൊ ഭാമയും പറയുന്നുണ്ട് അല്ല ചന്ദ്ര, അവള് നീ കേസ് പിൻവലിച്ചോണ്ട് ഒരു എന്താ പറയാ ആ ഒരു ഇത് കാരണം വന്നതല്ലേ. അതിനിപ്പോ എന്താന്ന് ചോദിച്ചപ്പം എന്റെ അടുത്ത് ആരും വരണ്ട, എനിക്ക് ഇഷ്ടമല്ല. എടി നീ മര്യാദയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോണം. അത് മാത്രം എനിക്ക് ചെയ്ത് നീ തരേണ്ടത്. നന്ദി ഒന്നും നിങ്ങൾ ആരും രേഖപ്പെടുത്തേണ്ട. നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്, അതായിരിക്കും നല്ലത്. എന്റെ വീട്ടിൽ ഇവള് എന്ന് കാലെടുത്ത് കുത്തുകയോ അന്ന് തുടങ്ങിയതാ എന്റെ എറണക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു നിർത്തമ്മേ, അമ്മ എന്തിനാ ഇത്രയ്ക്ക് വന്ന് അങ്ങോട്ട് വെള്ളപ്പ് വെച്ച് ഓരോന്ന് പറയുന്നത്? നിർത്തിക്കേ, അമ്മ വീട്ടിലേക്ക് വരാൻ നോക്ക്. അതല്ലാതെ വെറുതെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ നോക്കാൻ പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾ വിളിക്കുമ്പോ അങ്ങോട്ട് വീട്ടിലേക്ക് വരാനല്ലേ എനിക്ക് നേരം. എന്റെ ഭർത്താവ് എപ്പോ എന്നെ വന്ന് വിളിക്കുന്നോ അപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് വരത്തോളൂ എന്ന് പറഞ്ഞപ്പോ ഭാമ പറഞ്ഞു അല്ല ചന്ദ്രേ, നീ എന്താ ഈ പറയുന്നത്? നിന്റെ ഭർത്താവ് വിളിക്കുമ്പോഴും നീ പോകത്തുള്ളൂന്നോ? അപ്പൊ നീ ഇപ്പം ബാഗൊക്കെ എടുത്തോണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുവാണ് കേട്ടോ. മിണ്ടായിരിക്കുന്നത് ഇങ്ങനെ മാമയോട് കണ്ണടച്ച് കാണിച്ചു. മാമ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അമ്മേ, അത് അമ്മയുടെ വീടല്ലേ, അമ്മയുടെ വീടല്ലേ അത്. അമ്മ നാഴിക്ക് 40 വട്ടം അത് പറയണതല്ലേ. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് വരത്തില്ലേ? ഓ ഇനിയിപ്പൊ നീ പറഞ്ഞിട്ട് വേണ്ട അത് എന്റെ വീടാകാനായിട്ട്. അത് എന്റെ വീടൊക്കെ തന്നെയാ, പക്ഷെ എനിക്കൊരു അഭിമാനം ഉണ്ടടി. ആ അഭിമാനം പണയം വെക്കാനേ എന്നെ കിട്ടത്തില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല. അദ്ദേഹം വരട്ടെ, അദ്ദേഹം എന്നെ വിളിക്കട്ടെ. മാത്രമല്ല നീയും നിന്റെ കെട്ടിയവനും അവിടെ നിന്ന് ഇറങ്ങിപ്പോ, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ടേക്ക് വരുത്തണമല്ലോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത് അത് പിന്നെ അമ്മ വന്നില്ലെങ്കിലേ ഭയങ്കര സമാധാനക്കാരാണ് കേട്ടോ അച്ഛൻ അവിടെ അമ്മേനെ കാണാതെ ഒരു സമാധാനവും ഇല്ല. സത്യം പറഞ്ഞാൽ വട്ട് പിടിച്ച് നടക്കുക അച്ഛൻ തന്നെ ഉണ്ടായിട്ട്. അപ്പോഴത്തേക്കും മാമ പറഞ്ഞു തന്നെ ഉള്ളതുകൊണ്ട് രവിയേട്ടന് ഭയങ്കര പ്രശ്നമാണോ? പിന്നെ പ്രശ്നമാണോന്നോ? അച്ഛൻ പറഞ്ഞിട്ടിരിക്കുക അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യ പിണങ്ങി പോയെന്ന്. ഇങ്ങനെ ഒരു ദിവസം പിണങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെയായി പോയില്ലേ അയാള്. അപ്പൊ പിന്നെ അയാൾക്ക് കൂട്ട് വേണ്ടേ? അയാൾ എന്ത് ചെയ്തു? ഡിവോഴ്സ് ചെയ്തല്ലേ വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അയാള് ആ പെണ്ണുപിള്ളേനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തു. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പേടിയായിട്ടോ. ഇനി നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ ഡിവോഴ്സ് ചെയ്താൽ തീർന്നില്ലേ. അപ്പൊ ഏതായാലും ചന്ദ്ര ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്റെ ദൈവമേ, ഇനി ഡിവോഴ്സ് അങ്ങനെ വന്നാൽ തീർന്ന്. പിന്നെ ചന്ദ്രോദയത്തേക്ക് കയറാൻ പറ്റത്തില്ല. നമ്മുടെ രവീന്ദ്രൻ വേറെ വല്ല പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന പണി പാളി. ഏതായാലും ഇതില് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വീഴും കേട്ടോ. നമ്മുടെ സച്ചിക്ക് അറിയാം ചന്ദ്രനെ എങ്ങനെ വീഴ്ത്തണം എന്ന്. നമ്മുടെ ചന്ദ്രനെ അല്ല, ചന്ദ്രനെ അമ്മേനെ വരെ വീഴ്ത്താൻ സച്ചിക്ക് അറിയാം. ഏതായാലും ആ ഒരൊറ്റ ഡയലോഗും കൊണ്ട് നമ്മുടെ ചന്ദ്ര തെന്നി അങ്ങോട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഏതായാലും ചന്ദ്ര മിക്കവാറും സച്ചി രേവതി വീട്ടിലെത്തുന്നതിന് മുമ്പ് പെട്ടിയും പാക്ക് ചെയ്ത് നമ്മുടെ ചന്ദ്രോദയത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നാളെ രാവിലെ എന്നും നമ്മളിപ്പോ ഒന്ന് കുറച്ച് താമസിച്ചൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നത്. കാരണം എന്റെ മക്കൾസിന് ഇപ്പൊ പഠിത്തം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എണീക്കുമ്പോഴും താമസിച്ച് പോകണം. അപ്പൊ അതുകൊണ്ടാണ് രാവിലെ വീഡിയോ ഇടാൻ പറ്റാത്തത്. പിള്ളേർക്ക് പഠിത്തമുള്ളപ്പോൾ നമ്മൾ നേരത്തെ എണീക്കുമല്ലോ. നാളെ മുതൽ നോക്കട്ടെ നേരത്തെ എണീക്കാൻ പറ്റുമെന്ന്. ചെറിയൊരു മടിയൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ മാക്സിമം വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ 6:50 വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴാണെങ്കിൽ 6:50 പോയിട്ട് 7:50 പോയിട്ട് 8:50 പോയിട്ട് 10 മണിയൊക്കെ ആകാറാകുമ്പോഴാണ് നമ്മളിപ്പം 10 മണിയൊക്കെ കഴിയും വീഡിയോ ഇടുമ്പോൾ. ഞാൻ നോക്കട്ടെ ഞാൻ റെഗുലർ ആയിട്ട് ഇന്ന് കറക്റ്റ് ഒരു ടൈമിൽ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും അപ്കമിംഗ് വിശേഷവും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ റിയൽ സ്റ്റോറി ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് തന്നെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് റിയൽ സ്റ്റോറിയുടെ ലിങ്ക്. നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് യൂട്യൂബ് ആ ഒരു റൂൾ ഇല്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ടാറ്റാ ബൈ ബൈ.